നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്കിന്ന് പറയാനുള്ളത് ഒരു ഖേദപ്രകടനമാണ്. ഇതിന് തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ മമ്മൂട്ടിയെയും, അതായത് നമ്മുടെ മമ്മൂക്കായെയും MTയെയും കുറിച്ചായിരുന്നു ആ വീഡിയോ. അതായത് അവർ അഭിനയിച്ച് ഇറങ്ങുന്ന സിനിമയെക്കുറിച്ചായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത്. അതിൽ എന്നിൽ നിന്നും ഒരു വാക്ക് പിശകായി വന്നിട്ടുണ്ട്. അതിൽ ഞാൻ എല്ലാവരോടും ഖേദം പ്രകടിപ്പിക്കുകയാണ്, മാപ്പാണ് ചോദിക്കുന്നത്. ഇനി നമുക്ക് വിഷയത്തിലോട്ട് കടക്കാം. നമ്മുടെ തൊട്ടടുത്ത സ്ഥലമായ വയനാടിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഒരുപാട് പ്രാവശ്യം ആലോചിച്ച് ഇങ്ങനൊരു വീഡിയോ ചെയ്യണോ വേണ്ടേ എന്ന്. അപ്പോഴൊക്കെ മനസ്സിൽ വന്ന് പതിച്ച ഓരോ കാഴ്ചകൾ, അതായത് കണ്ണിൽ കണ്ട ഓരോ ചാനലിൽ കൂടി കണ്ട ഓരോ കാഴ്ചകളും മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നതായിരുന്നു. വേണോ വേണ്ടേന്ന് ഒരുപാട് തവണ ആലോചിച്ചു. അതിനുശേഷം മനസ്സിൽ തീരുമാനിച്ച ഒരു കാര്യമാണ്, ഒരു വീഡിയോ ചെയ്യാം. കാരണം എന്നെപ്പോലെ 10 പേര് വീഡിയോ ചെയ്യുമ്പോൾ ലോകം എമ്പാടുമുള്ള ആൾക്കാർ അറിയുന്നുണ്ട്, ന്യൂസിൽ കൂടി അറിയുന്നുണ്ട്. എങ്കിൽ പോലും മറ്റുള്ളവർ ഒരു സഹായമാവട്ടെ, നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം പലരും പല വഴി കൂടിയും പലരെയും അറിയിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിലും ഇതിനൊരു വീഡിയോ ചെയ്യണം എന്നൊരു മനസ്സിനകത്തൊരു തോന്നലുണ്ടായി. കാരണം അത്രയധികം ദയനീയമായ അവസ്ഥയാണ് ഇന്ന് വയനാട്ടിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം നമുക്ക് മനുഷ്യനെ കൊണ്ട് ഒന്നും ചെയ്ത് തീർക്കാൻ പറ്റാത്ത തരത്തിൽ പ്രകൃതി വളരെ വളരെ താണ്ഡവമാടിയ ഒരു രംഗമായിരുന്നു തൊട്ടടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞു പോയത്. ഒരു 300-300 ആൾക്കാർ മരണപ്പെട്ടിരിക്കുന്നു. 300 പേരെ കാണാനില്ല എന്ന് പറയുന്നു. 500 വീടിരുന്ന സ്ഥലത്ത് ഇന്ന് ഉള്ളത് വെറും 40-50 വീടാണ്. 450 വീടോളം ഒലിച്ചുപോയി. അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ സത്യത്തിൽ അത് എങ്ങനെ ഉൾക്കൊള്ളും എന്ന് അറിയില്ല. അത്രയും ദയനീയമായ ഒരു അവസ്ഥയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ, ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ താമസിക്കാതെ ഇരിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. കാരണം ഒരു 50 കൊല്ലോ 100 കൊല്ലോ ആകുമ്പോൾ ഇത്തരത്തിലൊരു ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാവും അവിടെ. കാരണം ഈ മലയടിവാരങ്ങൾ തീർത്തും ഉരുൾപൊട്ടുന്നതിൻ്റെ എത്രയോ നമ്മൾ കണ്ടിരിക്കുന്നു, എത്രയോ കാഴ്ചകൾ കണ്ടിരിക്കുന്നു. പിന്നെ ഇതിനും കഴിഞ്ഞ വർഷം, അതിന് മുമ്പിലത്തെ വർഷമൊക്കെ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പം തന്നെ ഈ നമ്മുടെ വയനാട്ടിൽ ഇത് നടക്കുന്നതിനും തൊട്ട് മുമ്പ് പിന്നെ കർണാടകത്തിൽ നടന്നു. നമ്മുടെ ഒരു സഹോദരൻ അതിലകപ്പെട്ടു. അദ്ദേഹത്തിന് ഇന്നും എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അത് എവിടെയാണെന്ന് പോലും അറിയുന്നില്ല. മലയാളികൾ എവിടെയായിരുന്നാലും ഒരുപോലെ മനോവേദന അനുഭവിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് വയനാട്ടിൽ ഇപ്പോൾ നടന്ന് കഴിഞ്ഞിരിക്കുന്നത്. ഉണ്ടായിരുന്നത് സർവ്വതും ഒരു ആയുഷ്കാലം മുഴുവനും ഉണ്ടാക്കിയെടുത്ത സർവ്വതും ഇതിൽ ഒലിച്ചുപോയി, നഷ്ടപ്പെട്ടു. ഇനി എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഓരോ മനുഷ്യരാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഓരോ മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ ഒറ്റവരും ഉടയവരെല്ലാവരും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. രക്ഷിക്കുവാൻ വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് പിന്നെ ഈ നമ്മുടെ നാട്ടിലുള്ള സർവ്വ ആൾക്കാരും. മിനിസ്റ്ററികളായാലും ശരി, മിലിറ്ററി ആയാലും ശരി, പിന്നെ അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പലരും ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് പലതരത്തിലുള്ള പിന്നെ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും നഷ്ടപ്പെട്ടത് എന്നേക്കുമായി നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ചില ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് എങ്കിലും അപ്പോൾ രക്ഷാദൗത്യം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇപ്പോഴുള്ളത് തിരച്ചിലുകളാണ്. എവിടെ എന്ത് ഉണ്ട് എന്നുള്ള തിരച്ചിലുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ വലിയ കൂറ്റൻ പാറകൾ വന്ന് പതിച്ച ഓരോ ഭാഗങ്ങളും മണ്ണിനടിയിൽ ആണ്ടുപോയിരിക്കുന്നു, മണ്ണിനടിയിൽ താഴ്ന്നു പോയിരിക്കുന്നു. ചെളി കൂമ്പാരങ്ങൾ വന്ന് നിറഞ്ഞിരിക്കുന്നു. ടൺ കണക്കിന് പിന്നെ ചെളി വന്ന് നിറഞ്ഞ് സർവ്വതും നശിച്ച് സർവ്വതും ഒലിച്ചു പോയ ഇത്രയും വലിയ പാറകൾ ശക്തിയായി ഈ വെള്ളം ഉരുട്ടിക്കൊണ്ട് വരാമെങ്കിൽ മനുഷ്യന് എന്താണ്? മനുഷ്യരൊന്നുമല്ല. പ്രകൃതിയുടെ
പ്രകൃതി പിന്നെ പ്രതികരിച്ച് തുടങ്ങുമ്പോൾ മനുഷ്യനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിസ്സഹായരായി നോക്കിക്കൊണ്ട് നിൽക്കാനേ പറ്റൂ. ആ നോക്കി നിന്നവരും ഒരു അന്തി ഉറങ്ങിയപ്പോൾ അവസാനത്തെ ഉറക്കമാണെന്ന് ഇതിൽ പലരും ഓർത്തിട്ടുണ്ടാവില്ല. കാരണം ഇന്ന് അവർ ജീവനോടെ ഇല്ല. ഇത്രയധികം ഭയാനകമായ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. കൺമുന്നിൽ ഉറ്റവരും ഉടയവരും ഒലിച്ചു പോകുന്ന രംഗം അത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഒരു പ്രവാസി പറയുന്നു, തൻ്റെ കുടുംബത്തിലെ 26 പേർ നഷ്ടപ്പെട്ടിരിക്കുന്നു. 3 ഗ്രാമങ്ങളെ തുടച്ചു നീക്കിയിരിക്കുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. അവിടെ ഒന്നും തന്നെ ഇല്ല. 1-2 മരങ്ങൾ മാത്രം അവിടെ നിൽപ്പുണ്ട്. 3 ഗ്രാമം തുടച്ചു നീക്കി. അങ്ങനെ ഒരു സംഭവമേ അവിടെ ഇല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ പിന്നെ ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ. കാരണം അതല്ല, ഇപ്പോൾ ഒരു പുഴയായി കഴിഞ്ഞു. മുമ്പ് ഒരുപാട് വീടുകളും പിന്നെ ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് വീടുകളും കടകളും റോഡും പിന്നെ അങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം ഇന്ന് ഒരു പുഴയായി. ഇപ്പോൾ നീരൊഴുക്ക് പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ നീരൊഴുക്ക് മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷേ ഇതിനു മുമ്പ് ഈ സംഭവം നടക്കുമ്പോൾ സർവ്വതും ഇപ്പോൾ അവിടെ ഒരു നീരൊഴുക്കുണ്ട്. ഈ നീരൊഴുക്കെന്ന് പറഞ്ഞാൽ അത് മഴവെള്ളമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് കണ്ണീരിൻ്റെ പുഴയാണ് ഇപ്പോൾ ഒഴുകുന്നത്. കണ്ണീർ പുഴയാണ്. കാരണം അത്രയും വലിയ ദയനീയമായ ഒരു ദുരന്തം നടന്ന് ആ മനുഷ്യരുടെ ജീവനോടെ ഇരിക്കുന്ന ജീവനോടുള്ള അവരുടെ കണ്ണീർ പുഴയാണ് അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആയുഷ്കാലം മുഴുവനും ഉണ്ടാക്കിയെടുത്ത സർവ്വതും നശിച്ചുപോയി. ഇപ്പോൾ ഒരു അച്ഛനോ അമ്മയോ അല്ലെ ഉമ്മായോ വാപ്പായോ അവരുടെ തലമുറകൾക്ക് മുന്നേ അവർ അവിടെ ചേക്കേറി സുഖമായി ജീവിച്ചു. അതിന് പിൻപുറക്കാരായ മക്കളും മരുമക്കളും അവരൊക്കെ സുഖമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വന്ന് ചേരുന്നത്. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇനി ആലോചിക്കേണ്ടത്. അവർക്ക് പുനരധിവാസമാണ് ഏറ്റവും വളരെ പ്രാധാന്യം. തുണികളും പിന്നെ ചെരുപ്പും പിന്നെ ആഹാരവും കുട്ടികളുടെ കളിപ്പാട്ടവും അങ്ങനെയൊക്കെ ഒരുപാട് എത്തിക്കഴിഞ്ഞു. കളക്ടർമാർ പറയുന്നു, ഇനി സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവരണ്ട, തിരിച്ചു കൊണ്ടുപോയിക്കോളൂ. കാരണം ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ കേരളം ഒന്നാകെ കൂടിച്ചേർന്ന് വയനാട്ടുകാരെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. അപ്പോൾ ആലോചിക്കണം, തിരുവനന്തപുരം കളക്ടർ പറഞ്ഞു, ഇനി ആരും സാധനങ്ങൾ കൊണ്ടുവരണ്ട, കൊണ്ടുവന്നവർ തിരിച്ചു കൊണ്ടുപോയിക്കോളൂ. കാരണം ഇത് ആവശ്യത്തിൽ കൂടുതലായി കഴിഞ്ഞു. അപ്പോൾ അതവർക്ക് മതി. വസ്ത്രങ്ങളും പിന്നെ ഇനി മരുന്നുകളും മറ്റു കാര്യങ്ങളും വേണം. അതിന് സർക്കാരുണ്ട്, അതവർ ചെയ്യും. അല്ലെങ്കിൽ വല്ല സന്നദ്ധ പ്രവർത്തകരുണ്ട്, അവർ ചെയ്യും. പിന്നെ ചെരുപ്പ് മറ്റു കാര്യങ്ങളും കുട്ടികൾക്ക് ജീവനോടുള്ള കുട്ടികൾക്ക് കളിക്കാനും കളിപ്പാട്ടങ്ങളും അത് ഇതുമൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ആവശ്യം കിടക്കാടമാണ്. കാരണം ഇത് സർവ്വതും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി കയറി ചെന്ന് കിടക്കണമല്ലോ. ഇനിയൊരു മനസ്സമാധാനത്തോടു കൂടി എത്ര കാലം ഈ സങ്കടം ഉള്ളിലൊതുക്കി എത്ര കാലം ജീവിക്കും എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം ഇത് നമുക്ക് മറ്റൊന്നും പറഞ്ഞ് അറിയിക്കുന്നത് പോലെ സന്തോഷങ്ങൾ നിറയുന്ന വാർത്തകളൊന്നുമല്ല ഇത്. കാരണം എനിക്ക് തന്നെ ഈ വീഡിയോയിൽ പലതും പറയാൻ പറ്റുന്നില്ല. മനസ്സിൽ പലതും ആലോചിച്ച് ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സാധിക്കുന്നില്ല. ഇനി ആവശ്യം ലോകം എമ്പാടുമുള്ള മലയാളികൾ ചെയ്യേണ്ടത് അവിടെ സർവ്വതും നഷ്ടപ്പെട്ടു പോയ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണം. അവർക്കൊരു പുനരധിവാസമാണ് ഇനി ആവശ്യം. കയറിക്കിടക്കാനൊരു ഇടം, അതാണ് അവർക്ക് ഏറ്റവും വേണ്ടത്. ജീവിച്ചിരിക്കുന്നവർക്ക് ചെയ്തു കൊടുക്കുക. ബാക്കിയുള്ളവർക്ക് പഠിക്കുന്നവർക്ക് പഠിക്കാൻ വിദ്യാലയങ്ങളെല്ലാം പോയി. ഇനി എന്ത് ചെയ്യാനാണ്? കുട്ടികൾ പഠിച്ചുകൊണ്ട് ആ കുട്ടികൾ എഴുതിയ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. വളരെ രസകരമായ രീതിയിൽ എഴുതിയ ഒരു പാട്ടൊക്കെ ആയിരുന്നു. അതല്ല, ഇന്ന് ആ കുട്ടികൾ എവിടെയാണെന്ന് പോലും നമുക്കറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം. സ്കൂളിൻ്റെ അവസ്ഥ ദയനീയമാണ്. ഒരു പള്ളി ഉണ്ടായിരുന്നു, അത് പോയി. ഒരു ക്രിസ്ത്യൻ പള്ളി. ഇങ്ങനെ 1-2 ഇതൊക്കെ പകുതി ഇടിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെ ഉള്ളു. ഈ സ്കൂളിൻ്റെ 45% 75% പോയി കഴിഞ്ഞു. ഈ പിന്നെ മണിമുറ്റത്ത് പിന്നെ എന്തോ ചിരിവട്ടത്ത് അവിടുന്ന് കുറച്ച് മുകൾ ഭാഗത്തു നിന്നാണ് ഈ ഉരുൾപൊട്ടൽ ആരംഭിച്ചത്. അതിനുശേഷം ഇങ്ങോട്ട്
വന്നിട്ടുള്ള വീഡിയോകളും മറ്റും നമ്മൾ കണ്ടാലെന്നല്ല, ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. എൻ്റെ പ്രേക്ഷകരത് കാണണം. നിങ്ങൾ ഇതിനു മുമ്പ് ഇത്രയും ദിവസങ്ങളിൽ ഈ വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരിക്കും. എങ്കിലും ഞാനും ഈ വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. കാരണം ഇതൊരു വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്, ഇതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതുമാത്രം അവർക്ക് ചെയ്യുക. ഒരു പുനരധിവാസമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, അവർക്ക് വേണ്ടത് ഇനിയൊരു പുനരധിവാസമാണ്. അത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചൂരൽമലയിലെ ദുരന്തത്തിൽ നിന്നും അതിസാഹസികമായാണ് സുജാതയും കൊച്ചുമകളും രക്ഷപ്പെട്ടത്. ദുരന്തത്തിൽ നിന്നും നീന്തി രക്ഷപ്പെട്ട ഇരുവരും ചെന്നെത്തിയത് 3 കാട്ടുകൊമ്പന്മാർക്ക് മുന്നിൽ. ശ്വാസമടക്കി പിടിച്ചാണ് നേരം വെളുക്കും വരെ ഇരുവരും ആനകൾക്ക് സമീപം ചെലവഴിച്ചത്. ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഈ ദുരന്തമുഖത്ത് അല്ലെങ്കിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നമ്മൾ പലതരത്തിലുള്ള ജീവിതങ്ങളെയാണ് ഓരോ മണിക്കൂറും അതുപോലെ തന്നെ സെക്കൻഡും പരിചയപ്പെടുന്നത്. അതിൽ ഏറ്റവും സാഹസികമായിട്ട് ജീവൻ തിരിച്ചു പഠിച്ച ഒരു കൊച്ചുമകളെയും അതുപോലെ തന്നെ മുത്തശ്ശിയാണ് ഇപ്പം നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഒരുപക്ഷെ അവർ പറയുന്ന കഥ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ സിനിമാ കഥയെ പോലും വെല്ലുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. കാരണം അത്രയും അധികം സാഹസികമായിട്ടാണ് അവർ ഇന്ന് ഇപ്പോൾ എൻ്റെ ഈ മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചേച്ചീൻ്റെ പേരൊന്നും ആദ്യം പറയോ? എൻ്റെ പേര് സുജാത. എന്താ ശരിക്കും അന്ന് രാത്രി സംഭവിച്ചത്? അന്ന് രാത്രി ഒരു 1:15 ആപ്പെടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ മേലേക്ക് കയറി. ഈ അടുപ്പിൻ്റെ സ്ലാബിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ മേലോട്ട് കയറിയിട്ട് വാർപ്പിൻ്റെ പുറത്ത് പോയി. ഈ വാർപ്പ് വീണ് കിടക്കണില്ല, അതിൻ്റെ പുറത്ത് നിൽക്കുക. ഞാൻ നിന്ന് നോക്കുമ്പോൾ കെട്ടിടങ്ങളൊക്കെ മറിഞ്ഞ് വരിക. അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കൂക്കും വിളിയും കേൾക്കുന്നുണ്ട്. രക്ഷിക്കണേ, ഓർമ്മല്ല. ഞാൻ നീന്തി വന്നു, കുട്ടിനെയും കെട്ടിപ്പിടിച്ചിട്ട് പോണടുത്ത് എത്തട്ടെ വരെ നീന്തിയപ്പോൾ ഒരു തിണ്ടിന് ഇങ്ങനെ പിടിച്ച് കയറാൻ. അങ്ങനെ കയറി ഇങ്ങനെ പോയപ്പോൾ അവിടെ ആന 3 എണ്ണം ഉണ്ട്. അതിലൊരു കവുങ്ങിൻ്റെ മരം ഉണ്ടായി. ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഒരു കൊമ്പനാണ്. ഞങ്ങൾ സ്ഥിരം കാണുന്നതാ. എസ്റ്റേറ്റിൽ ഞാൻ ചപ്പ് വെട്ടുന്ന തൊഴിലാളിയാണ്, മുണ്ടക്കൈ ഡിവിഷനിൽ. ആന ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ മിണ്ടാതെ ചെവിയാട്ടി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ്, ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപ്പെട്ട് വരുന്നത്. നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ എൻ്റെ കുട്ടിനെയും പറഞ്ഞിട്ട്. ആനിങ്ങനെ നോക്കി 2 കണ്ണു കൂടി ഇങ്ങനെ വെള്ളം വരിക. എൻ്റെ ആ മരത്തിൻ്റെ താഴെ തന്നെ ഞാനും എൻ്റെ കുട്ടിയും കിടന്നു. മഴ, പെരും മഴ. രാത്രി 1:30 സംഭവിച്ചിട്ട് 6 മണി വരെ രാവിലെ ആ മരത്തിൻ്റെ താഴെ ഞങ്ങൾ കിടന്നു. പിന്നെ നമുക്ക് മേപ്പാടിയിൽ നിന്ന് കൽപ്പറ്റയിൽ നിന്നൊന്നും അറിയില്ല, അതിൻ്റെ ആൾക്കാർ വന്നു. അപ്പം ഈ ആന ഞങ്ങളടുത്തുനിന്ന് മാറിയിട്ടില്ല. ആന അവിടെ തന്നെ നിൽക്കുക, ഒരു ശല്യം ചെയ്തിട്ടില്ല, ഒന്നും അത് തിന്നിട്ടില്ല. അത് പേടിച്ച് വിറച്ച് ഇങ്ങനെ കണ്ണീരും വിട്ടിട്ട് ഞങ്ങളടുത്ത് തന്നെ നിന്നു. അങ്ങനെ ഈ 6 മണിയായപ്പം എല്ലാം കാപ്പിക്കാടാണ്, വനം കാപ്പിക്കാടാ. അതിൻ്റെ ഉള്ളിൽ കൂടി നല്ല നിരങ്ങി വരുമ്പോണ്ട് നമ്മളെ ആൾക്കാർ രക്ഷിക്കാനുള്ളവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളിവിടെ ഉണ്ട്, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളിതാ വരികയാണ് എന്ന്. അങ്ങനെ അവർ ഒച്ച കേൾക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കുട്ടിനെയും കൂട്ടിയിട്ട് നീങ്ങിപ്പോയി. ഈ പുലരും വരെ ആനന്റെ കൂടെ ആ താഴത്ത് കിടക്കുകയായിരുന്നു. ഒരു ആനയുണ്ടായിരുന്നു? 3 എണ്ണം. 3 എണ്ണം. അതിൽ 2 എണ്ണം കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് തെങ്ങിൻ്റെ കവുങ്ങുകൾ തിന്നുണ്ട്. ഈ ഒരു ആന അനങ്ങിയിട്ടില്ല, അവിടെ തന്നെ നിന്നു. ഞങ്ങളങ്ങനെ അതിൻ്റെ കൂട്ടത്തുനിന്ന് തള്ളിനെയും കുട്ടിനെയും കൂടി വന്ന് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന്